ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പിന് തുടക്കമായി. വിശ്വാസികൾ ഇന്ന് വിഭൂതി തിരുനാൾ ആചരിക്കുന്നു. ഉപദ്രവകാരികളായ മൃഗങ്ങളെ വെടിവെക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് ജോസ് കെ മാണി MP. കാടിറങ്ങി ജനങ്ങളെ കൊല്ലാനെത്തുന്ന മൃഗങ്ങളെ വെടിവെക്കണമെന്നും ജോസ് കെ മാണി. കാട്ടാനശല്യം തടയാൻ സംസ്ഥാനാന്തര കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വയനാട്ടിലെ സാഹചര്യം പരിശോധിക്കാൻ 3 വനം ഡിവിഷനുകൾ ഉൾപ്പെടുത്തി സ്പെഷ്യൽ സെൽ രൂപീകരിക്കുമെന്ന് മന്ത്രി. സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ എല്ലാ കുറ്റവുമേറ്റ് അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദൻ. മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുന്നത് ഒരു മഹത് പ്രവൃത്തിയാണെന്ന് അക്കാദമി അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പരിഹാസവുമായി ശ്രീകുമാരൻ തമ്പി. ചേർപ്പിൽ CPI-യിൽ കൂട്ടരാജി. 14-അംഗ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് 8 അംഗങ്ങൾ രാജിവെച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NG അനിൽനാഥ് ഉൾപ്പെടെയുള്ളവരാണ് രാജിവെച്ചത്. സ്വകാര്യ ബസിന്റെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന കേബിളുകൾ നാടോടി സ്ത്രീകൾ മോഷ്ടിച്ചു. കല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന ബസ്സിലാണ് മോഷണം നടന്നത്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പിന് തുടക്കമായി. യേശുവിന്റെ മരുഭൂമിയിലെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനകളുടെയും ദിനങ്ങളെ സ്മരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചത്. മനുഷ്യന്റെ മണ്ണിൽ നിന്നുള്ള ഉത്ഭവവും മണ്ണിലേക്കുള്ള മടക്കയാത്രയും ഓർമ്മപ്പെടുത്തി നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് സീറോ മലബാർ, സീറോ മലങ്കര വിശ്വാസികൾ ഇന്ന് വിഭൂതി തിരുനാൾ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ ദിവ്യബലിയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ലത്തീൻ വിഭാഗക്കാർ ബുധനാഴ്ച മുതലാണ് നോമ്പാചരണം തുടങ്ങുക. ത്യാഗപൂർണമായ ജീവിതം നയിച്ചും കാരുണ്യ പ്രവർത്തികളിൽ മുഴുകിയും മത്സ്യമാംസം അടക്കമുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചും ആഘോഷങ്ങൾ ഒഴിവാക്കിയുമാണ് ഇനിയുള്ള 50 നാളുകൾ വിശ്വാസികൾ വലിയ നോമ്പ് ആചരിക്കുക. ഈസ്റ്റർ ആഘോഷത്തോടെ വലിയ നോമ്പിന് പരിസമാപ്തിയാകും. ഉപദ്രവകാരികളായ മൃഗങ്ങളെ വെടിവെക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് ജോസ് കെ മാണി MP. കോടശ്ശേരി പഞ്ചായത്തിലെ ചായ്പൻകുടിയിൽ യുവഗ്രാമം NGO നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 7 വർഷമായി നിയമ ഭേദഗതിക്കായി താൻ പാർലമെന്റിൽ പോരാട്ടം നടത്തുന്നു. വന്യമൃഗം മനുഷ്യനെ ആക്രമിച്ച് കൊല്ലുമ്പോഴും സംരക്ഷണം നൽകുന്നത് വന്യമൃഗത്തിനാണ്. കാടിറങ്ങി ജനങ്ങളെ കൊല്ലാനെത്തുന്ന മൃഗങ്ങളെ വെടിവെക്കണമെന്നും ജോസ് കെ മാണി പറഞ്ഞു. 4 നൂറ്റാണ്ടിനിടെ നടത്തിയ സർവേയിൽ ആനയുടെ ദേശീയ ശരാശരി വർധന 17%. കേരളത്തിലാകട്ടെ ഇത് 65%. ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത് യുക്തിയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഡെന്നീസ് K ആന്റണി അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടാനശല്യം തടയാൻ സംസ്ഥാനാന്തര കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. മാനന്തവാടി പടമല ചാലികതയിൽ കാട്ടാന കർഷകനെ കൊന്ന സംഭവത്തിൽ തൃശൂരിൽ നടന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട്ടിലെ സാഹചര്യം പരിശോധിക്കാൻ 3 വനം ഡിവിഷനുകൾ ഉൾപ്പെടുത്തി സ്പെഷ്യൽ സെൽ രൂപീകരിക്കും. മാനന്തവാടിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായത് സ്വാഭാവിക പ്രതിഷേധം മാത്രം. കേരള അതിർത്തിയിലെ ജനവാസ മേഖലയിൽ ആന കടന്നാൽ മയക്കുവെടിവെക്കും. കഴിഞ്ഞ ദിവസം ഒരാളുടെ മരണത്തിനിടയാക്കിയ ആന നിലവിൽ കർണാടക അതിർത്തിയിലുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു. ഈ മാസം 15-നകം കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് പരസ്പര ധാരണയോടെ മുന്നോട്ടു പോകും. സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ പരസ്പരം വിലയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള 460 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് തൃശൂരിൽ നടന്നു. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്ന പരേഡിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അഭിവാദ്യം സ്വീകരിച്ചു. മന്ത്രി K രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. വാളയാർ ഫോറസ്റ്റ് റേഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾ ചെയ്ത 238 പേരും ഹരിപ്പ സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾ ചെയ്ത 222 പേരും ഉൾപ്പെടെ 460 ബീറ്റ് ഫോറസ്റ്റർമാരാണ് സേനയുടെ ഭാഗമായത്. 372 പുരുഷന്മാരും 88 സ്ത്രീകളും ഇതിൽ ഉൾപ്പെടും. വനം വകുപ്പ് മേധാവി ഗംഗാ സിംഗ്, പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ P പുകഴേന്തി, അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ L ചന്ദ്രശേഖർ, ADGP ഗോപേഷ് അഗർവാൾ തുടങ്ങിയവർ പങ്കെടുത്തു. സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ എല്ലാ കുറ്റവുമേറ്റ് അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദൻ. മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുന്നത് ഒരു മഹത് പ്രവൃത്തിയാണ്. നിയമം യാന്ത്രികമായി അനുസരിച്ച ഒരു പാവം ഓഫീസ് ജീവനക്കാരിയുടേതായാലും പ്രശസ്തനായ ഒരു പാട്ടെഴുത്തുകാരനോട് ഒരു ഗാനം ഒരു ഉദ്യോഗസ്ഥൻ വഴി ആവശ്യപ്പെടുകയും അത് സകാരണം തിരസ്കരിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥയുടേതായാലും തികഞ്ഞ നിസ്സംഗതയോടെ തനിക്ക് പങ്കില്ലാത്ത ഈ പ്രവൃത്തികളുടെ കുരിശ് ഞാൻ ഏറ്റെടുക്കുന്നുവെന്ന്
സെന്റ് ബുദ്ധിസവും ബൈബിളും തന്നെ പഠിപ്പിച്ചത് ഇതാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് നിസ്സാര പ്രതിഫലം നൽകിയതും ശ്രീകുമാരൻ തമ്പിയുടെ കേരളഗാനം തിരസ്കരിച്ചതുമാണ് സാഹിത്യ അക്കാദമിയെ പ്രതിരോധത്തിലാക്കിയത്. അതേസമയം സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പരിഹസിച്ച് ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തി. ക്രിസ്തുവിന് ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരമായെന്നും മഹത് പ്രവൃത്തികൾക്ക് ഉത്തമ മാതൃകയാണ് സച്ചിദാനന്ദനെന്നും താൻ വെറും ക്ലീഷയെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ചേർപ്പിൽ CPI പ്രവർത്തകരുടെ കൂട്ടരാജി. 8 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചു. CPI ചേർപ്പ് ലോക്കൽ സെക്രട്ടറിയും മണ്ഡലം കമ്മിറ്റി അംഗവുമായ NG അനിൽനാഥ് അടക്കമുള്ള CPI ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് രാജിക്കത്ത് ജില്ലാ സെക്രട്ടറിക്ക് കൈമാറിയത്. 2 വർഷത്തോളമായി മണ്ഡലം സെക്രട്ടറി VP അശോകന്റെയും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ ഏകാധിപത്യ പ്രവണതയോടെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് CPI പ്രവർത്തകർ പറഞ്ഞു. CC മുകുന്ദൻ MLAയുടെ PAയും CPI ചേർപ്പ് ലോക്കൽ കമ്മിറ്റി അംഗവുമായ അസ്കർ മജീദിനെ മണ്ഡലം കമ്മിറ്റി CPIയിൽ നിന്ന് പുറത്താക്കി. തൃശൂർ ലോക്സഭാ മണ്ഡലം CPI സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനാൽ ചേർപ്പ് മേഖലയിലെ നേതാക്കളുടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ താഴെത്തട്ടിലും പൊട്ടിത്തെറി ഉണ്ടാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ രാജിവെക്കുമെന്ന് അനിൽനാഥ് പറഞ്ഞു. സ്വകാര്യ ബസ്സിൽ നിന്ന് നാടോടി സ്ത്രീകൾ ഇലക്ട്രിക് കേബിളുകൾ മോഷ്ടിച്ചു. കല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന മാലാഖ എന്ന ബസ്സിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. ബസ്സിന്റെ പുറകിലെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന 4 കോയിൽ കേബിളുകളാണ് 3 സ്ത്രീകൾ ചേർന്ന് മോഷ്ടിച്ചത്. ഇതേ ബസ്സിലെ ജീവനക്കാരനായ വെള്ളാനിക്കോട് സ്വദേശി ബ്രീസിന്റേതായിരുന്നു കേബിളുകൾ. മോഷണ ദൃശ്യങ്ങൾ ബസ്സിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. തലൂർ ബൈപ്പാസിൽ നിന്ന് തൃശൂരിലേക്കാണ് ഇവർ ടിക്കറ്റ് എടുത്തിരുന്നത്. 3 പേരും പുറകിലെ സീറ്റിലാണ് ഇരുന്നത്. ഇതിനിടയിൽ ബസ്സിൽ ക്യാമറ ഉണ്ടെന്നറിഞ്ഞ സ്ത്രീകൾ ക്യാമറയിൽ പെടാതിരിക്കാൻ തുണികൊണ്ട് മറച്ച ശേഷമാണ് കേബിളുകൾ മോഷ്ടിച്ചത്. തൃശൂരിൽ ഇവർ ഇറങ്ങിയ ശേഷമാണ് മോഷണ വിവരം ബസ് ജീവനക്കാർ അറിയുന്നത്. ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മോഷണം നടത്തിയത് നാടോടി സ്ത്രീകളാണെന്ന് മനസ്സിലായത്. ബസ് ജീവനക്കാർ മോഷണ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളൂർ പോലീസിന് കൈമാറി. വലിയക്കരയിൽ മാരക മയക്കുമരുന്നായ MDMAയുമായി യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കാളത്തോട് സ്വദേശി കറപ്പ മുച്ചിക്കൽ വീട്ടിൽ ഷഫീഖാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 4 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. ടോൾ പ്ലാസയ്ക്ക് സമീപം ഞായറാഴ്ച പുലർച്ചെ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ബൈക്കിലെത്തിയ യുവാവ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി കൊണ്ടുപോയിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് SIമാരായ KS സൂരജ്, MJ ലിജോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആൻസൺ പൗലോസ്, CPO ജെറിൻ, റൂറൽ ഡാൻസ് ഓഫ് SIമാരായ സ്റ്റീഫൻ, ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുമരുന്ന് പിടികൂടിയത്. കായിക മേഖലയിൽ ഈ വർഷം തന്നെ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ചാടൂർ പഞ്ചായത്തിലെ EMS സ്മാരക മിനി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക മേഖലയെ കളിയോടൊപ്പം സാമ്പത്തിക മേഖലയാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് സർക്കാർ. വിദ്യാഭ്യാസ മേഖലയിൽ കായിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കായികം ഒരു വിഷയമാക്കി സിലബസ് രൂപീകരിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഒരു പ്രധാന കളിക്കളം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് ഉയർന്ന നിലവാരത്തോടെ ലാലൂരിലും GV രാജ സ്പോർട്സ് സ്കൂളിലുമടക്കം കളിക്കളങ്ങൾ ഒരുക്കുന്നത്. വരും വർഷത്തിൽ കായിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആസൂത്രണ സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. മുൻ MLA ഗീതാഗോപി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. 100 കോടി രൂപ കൂടി ഈ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ കായിക മേഖലയിൽ നല്ല മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കായിക മേഖലയെ കായിക സാമ്പത്തിക മേഖലയാക്കി മാറ്റാനുള്ള നടപടികൾ ഇപ്പോൾ ഈ ഗവൺമെൻറ് എടുത്തു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. അതിലൊന്ന് വികേന്ദ്രിക ആസൂത്രണത്തിലൂടെ, ആ ആസൂത്രണ പ്രക്രിയയിലൂടെ തന്നെ നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിൽ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ നല്ല രീതിയിൽ എടുത്തു വരികയാണ്. ഇതിൻ്റെ മുന്നോടിയാണ് നമ്മൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ മാസം നമ്മൾ നടത്തിയ ആമ്പല്ലൂർ കുണ്ടൂക്കാവ് 28 ചാൽ പൂരം വരവിനിടയിലേക്ക് നിയന്ത്രണം വിട്ട ബസ് പാഞ്ഞുകയറി ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റു. അളകപ്പനഗർ സ്വദേശി അക്കരക്കാരൻ സജിക്കാണ് പരിക്കേറ്റത്. ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ആമ്പല്ലൂർ KSEB ഓഫീസിന് സമീപത്തായിരുന്നു അപകടം. ഓട്ടോറിക്ഷയിലടിച്ച ബസ് കുറുപ്പംകുളം ദേശത്തിന്റെ ആഘോഷത്തിനിടയിലേക്ക് നിയന്ത്രണം വിട്ട് വരികയായിരുന്നു. ആളുകൾ ഓടിമാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു.
85ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന ദേവാലയത്തിൽ നിന്ന് വികാരി ഫാദർ ജോജു ആളൂർ തെളിയിച്ചു നൽകിയ വിശ്വാസ ദീപശിഖ കനകമല അടിവാരം പള്ളിയിലെത്തിയതിനു ശേഷമാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ 57 ദിവസം നീണ്ടുനിൽക്കുന്ന തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ദേവാലയത്തിൽ തിരിതെളിയിച്ചു. തുടർന്ന് വിശ്വാസ ദീപവുമായി കുരിശുമുടിയിലേക്ക് പ്രദക്ഷിണം നടന്നു. കുരിശുമുടി ദേവാലയത്തിൽ ദീപം പ്രതിഷ്ഠിച്ചതിന് ശേഷം ദിവ്യബലിയും തിരുശേഷിപ്പ് വണക്കവും നടന്നു. കനകമല തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ അലക്സ് കല്ലേലി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തീർത്ഥാടകർക്ക് രാത്രിയിൽ മല കയറുന്നതിനായി അടിവാരം മുതൽ കുരിശുമുടി വരെയുള്ള പാതയിൽ 1000-ഓളം വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാർച്ച് 24-ാം തീയതിയാണ് കനകമല മഹാതീർത്ഥാടനം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. കലശ ചടങ്ങുകൾ ആരംഭിച്ചാൽ ഉത്സവം കഴിയുന്നതുവരെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല. ചോറൂൺ, തുലാഭാരം വഴിപാട് നടത്തുന്നതിന് തടസ്സമില്ല. ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം കലശ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തും. തുടർന്ന് മുളയറയിൽ 10 വെള്ളപ്പാലികയിൽ നവധാന്യം വിതച്ച് മുളയിടും. തുടർന്ന് ദിവസങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശുദ്ധികർമ്മങ്ങളും ഹോമവും അഭിഷേകവുമാണ്. 19-ാം തീയതി തത്വകലശാഭിഷേകവും 20-ാം തീയതി അതിപ്രധാനമായ സഹസ്ര കലശാഭിഷേകവും ബ്രഹ്മകലശാഭിഷേകവും നടക്കും. ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് 21-ാം തീയതി ആനയോട്ടമുണ്ടാകും. കുംഭത്തിലെ പൂയം നാളിൽ തന്ത്രി നമ്പൂതിരിപ്പാട് സ്വർണ്ണധ്വജത്തിൽ കൊടിയേറ്റുന്നതോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കമാകും. മാർച്ച് 1-ാം തീയതി ആറാട്ടോടെ കൊടിയിറങ്ങും. നേന്ത്രക്കായ്ക്ക് വില കുറഞ്ഞതും വാങ്ങാൻ ആളില്ലാത്തതും മലയോരത്തെ വാഴ കർഷകരെ ദുരിതത്തിലാക്കുന്നു. ഏറെ പ്രതീക്ഷകളോടെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ നേന്ത്രക്കുലകൾക്ക് ന്യായവില കിട്ടാത്തത് കർഷകരെ നിരാശയിലാക്കിയിരിക്കുകയാണ്. വാഴകൃഷിക്ക് പ്രസിദ്ധമായ മറ്റത്തൂരിൽ പ്രധാനമായും 2 സീസണിലാണ് നേന്ത്രവാഴ കൃഷി ചെയ്യുന്നത്. കരഭൂമിയിൽ കൃഷി ചെയ്യുന്ന വാഴകൃഷിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. സാധാരണയായി ജനുവരിയിൽ വിളവെടുക്കേണ്ടതായിരുന്നുവെങ്കിലും മഴ നീണ്ടുനിന്നത് മൂലം വിളവെടുപ്പ് വൈകി. 1 മാസം മുൻപ് വിളവെടുത്തിരുന്നെങ്കിൽ വിപണിയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വിലയും ഡിമാൻഡും ഉണ്ടാകുമായിരുന്നുവെന്ന് കർഷകനായ CK പീതാംബരൻ പറഞ്ഞു. ഇത് വിറ്റഴിക്കാൻ നമുക്ക് കുറപ്പൊക്കെ അനുസരിച്ച് കുറേശ്ശെ കായ എടുക്കണുള്ളൂ. ഇപ്പോൾ ഈ കൊടും ചൂടായ കാരണം അവർക്കും കൊണ്ടുപോയി നശിച്ചു പോകുന്ന ഒരു സംഭവം കൂടിയുണ്ട്. ഇതിൽ അതാത് ജില്ലകളിലെ ഉൽപ്പന്നങ്ങൾ എടുക്കാതെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് എടുക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു നിബന്ധനയും കൂടിയുണ്ട് കുറപ്പിന്. അപ്പോൾ ആ ജില്ലയിലെ ഉൽപ്പന്നങ്ങൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടേക്ക് എടുക്കുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ ഒരു പരിമിതിയുണ്ട്, അവർക്കും പരിമിതിയുണ്ട്, നമുക്ക് കൊടുക്കാനും പറ്റണില്ല. ഈ സീസണിൽ വിളവെടുപ്പിന് പാകമാകുന്ന 30,000-ലേറെ നേന്ത്രവാഴകളാണ് ഇത്തവണ മറ്റത്തൂരിൽ കൃഷി ചെയ്തിട്ടുള്ളത്. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണിയിൽ ഇപ്പോൾ ആഴ്ചതോറും 20,000-ഓളം കിലോ നേന്ത്രക്കായ എത്തുന്നുണ്ട്. ആവശ്യക്കാർ കുറവായതിനാൽ ഇത് മുഴുവൻ വിറ്റുപോകാത്ത സ്ഥിതിയാണ്. 4,000 കിലോയോളം നേന്ത്രക്കായ വിറ്റഴിയാതെ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉൽപാദനം കൂടിയതിന് പുറമെ വയനാട്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നേന്ത്രക്കുലകൾ വിപണിയിൽ എത്തുന്നതും നാടൻ നേന്ത്രക്കായയുടെ വില കുറയാൻ കാരണമായിട്ടുണ്ട്. ഉൽപാദനം കൂടുന്ന സീസണിൽ കോടാലിയിലെ മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണിയിൽ നിന്ന് നേന്ത്രക്കായ ഉൾപ്പെടെയുള്ള കാർഷിക വിഭവങ്ങൾ ഹോർട്ടികോർപ്പ് വാങ്ങിക്കൊണ്ടു പോകാറുണ്ട്. എന്നാൽ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പന കുറവായതിനാൽ ഇപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഹോർട്ടികോർപ്പ് നേന്ത്രക്കായ ശേഖരിക്കുന്നത്. അപ്പോൾ ഇത് എന്തെങ്കിലും വഴിക്ക് ഹോർട്ടികോർപ്പ് കുറച്ചും കൂടി ഉൽപ്പന്നങ്ങളെല്ലാ ജില്ലകളിലേക്കും കുറച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി രക്ഷപ്പെടും. അല്ലെങ്കിൽ മറ്റത്തൂരിലെ കർഷകർ ചിലപ്പോൾ ഒരു കൂട്ട ആത്മഹത്യയിലേക്ക് പോകേണ്ട ഒരു കാലം കൂടിയാണിത്. എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ആനുകൂല്യം കൃഷിഭവൻ വഴി എന്തെങ്കിലും ചെയ്യാൻ ഗവൺമെൻറ് ഒരു സന്മനസ് കാണിക്കുന്നു കൂടി ഞാൻ പറയുകയാണ് ഈ അവസ്ഥയിൽ. വിലയിടിവ് മൂലം ദുരിതത്തിലായ കർഷകർക്ക് കൃഷിവകുപ്പിൽ നിന്ന് ആവശ്യമായ സഹായം നൽകാൻ നടപടി വേണമെന്നാണ് ആവശ്യം ഉയരുന്നത്. TCV കൊടകര. വർഗീയ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുകയെന്ന നിലപാടാണ് ശരത് പവാർ നയിക്കുന്ന NCPയുടേതെന്ന് NCPS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ പറഞ്ഞു. NCPS തൃശൂർ ലോക്സഭാ മണ്ഡലം പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടിയോ ചിഹ്നമോ അല്ല, നിലപാടിനാണ് പ്രാധാന്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NCPS ജില്ലാ പ്രസിഡന്റ് മോളി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി AV വല്ലഭൻ, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, സംസ്ഥാന നിർവാഹക സമിതി അംഗം വിശാലാക്ഷി മല്ലേശ്ശേരി, NYCS സംസ്ഥാന പ്രസിഡന്റ് CR സജിത്, ജില്ലാ ഭാരവാഹികളായ TA മുഹമ്മദ് ഷാഫി, KV പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുമ്പുവടി കൊണ്ട് തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശി 47 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് സ്വദേശി റസ്ക് അസദയെ തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ജനുവരി 29-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. റെയിൽവേ സ്റ്റേഷനിലെ കച്ചവടം നടത്തിവന്നിരുന്ന ഷാജിയെ യാതൊരു പ്രകോപനവും കൂടാതെയാണ് പ്രതി ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ ശൃംഗപുരത്ത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന് തീപിടിച്ചു. ശൃംഗപുരം ജംഗ്ഷനിൽ അഴുക്കുചാലിലൂടെ കടന്നുപോകുന്ന സ്വകാര്യ കമ്പനിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. KSEB ട്രാൻസ്ഫോർമറിന് തൊട്ട് താഴെയാണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം വലിയ അപകടം ഒഴിവായി. പുഴയ്ക്കൽപ്പാടത്തെ 35 ഏക്കർ നിലം കിൻഫ്ര പാർക്കിനായി നികത്തുവാനുള്ള മന്ത്രിസഭയുടെ പ്രത്യേക തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കിൻഫ്രയ്ക്ക് വേണ്ടി നിലം പരിവർത്തനം ചെയ്യുന്നതിന് നൽകിയ അപേക്ഷ കൃഷിവകുപ്പ് അണ്ടർ സെക്രട്ടറി പരിശോധിച്ച് നേരത്തെ നിരസിച്ചിട്ടും പൊതു ആവശ്യത്തിനായി എന്ന ന്യായീകരണം പറഞ്ഞാണ് നിലം പരിവർത്തനപ്പെടുത്തുന്നതിന് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളതെന്ന് പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാട്ടി. മുല്ലശ്ശേരി വെങ്കടങ്ങ് കോൾപ്പടവുകളിലെ നെല്ലുൽപാദന തകർച്ചയ്ക്കുള്ള കാരണം പഠിച്ച് പരിഹാരം കാണണമെന്ന മറ്റൊരു പ്രമേയവും സമ്മേളനം അംഗീകരിച്ചു. എടത്തിരുത്തിയിൽ നടന്ന സമ്മേളനത്തിൽ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് C. വിമല അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി P. പ്രദൂഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ശാസ്ത്രജാഥയും സംഘടിപ്പിച്ചിരുന്നു. ഇരുൾപടർന്ന വഴികളിൽ വഴിവിളക്കു തെളിയണം. തൃശൂർ ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിലെ മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള നിർവാഹക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് നടത്തുന്ന 49ാമത് ലക്ഷാർച്ചന യജ്ഞം, നൃത്ത സംഗീതോത്സവം, നൃത്താഞ്ജലി, സമൂഹാർച്ചന തുടങ്ങിയ പരിപാടികളുടെ ഭാഗമായാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് P. പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടലാത്ത് കൂപ്പൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ACP സുദർശൻ, പൂരം എക്സിബിഷൻ കമ്മിറ്റി പ്രസിഡന്റ് രാമകൃഷ്ണൻ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി TR ഹരിഹരൻ, ജനറൽ കൺവീനർ P. ശശിധരൻ, പ്രോഗ്രാം കൺവീനർമാരായ ശ്രീകുമാർ മങ്ങാട്, K. മാധവ വാര്യർ, വൈസ് പ്രസിഡന്റ് അഭിലാഷ്, ജോയിന്റ് സെക്രട്ടറി കേശവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 23 മുതൽ മാർച്ച് 8 വരെയാണ് നൃത്ത സംഗീതോത്സവം. മാർച്ച് 5, 6, 7 തീയതികളിൽ ലക്ഷാർച്ചന യജ്ഞവും മാർച്ച് 7-ാം തീയതി സമൂഹാർച്ചനയും നടക്കും. ജവഹർ ബാൽമഞ്ച് ജില്ലാ സമ്മേളനം ബാൽമഞ്ച് സംസ്ഥാന ചെയർമാൻ ആനന്ദ് കണ്ണശ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ശ്രീ ശങ്കര ഹാളിൽ നടന്ന ചടങ്ങിൽ ജവഹർ ബാൽമഞ്ച് സംസ്ഥാന കോർഡിനേറ്റർ സുരേഷ് K. കരുൺ അധ്യക്ഷത വഹിച്ചു. ദേശീയ ചെയർമാൻ ഡോക്ടർ GV ഹരി, ജില്ലാ കോർഡിനേറ്റർ പണിക്കശ്ശേരി അനൂപ്, നാഷണൽ കോർഡിനേറ്റർമാരായ ജയ്കുമാർ, ഹസൻ അമൻ, KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് യുവാവ് ചികിത്സാ സഹായം തേടുന്നു. പടിഞ്ഞാറെ പെരുമ്പള്ളിശ്ശേരി പുല്ലൂർ ജയപാലിന്റെ മകൻ 19 വയസ്സുള്ള വിശാലാണ് ചികിത്സാ സഹായം തേടുന്നത്. അച്ഛൻ ജയപാൽ 11 വർഷം മുൻപ് മരിച്ചതിനെ തുടർന്ന് കുടുംബം നോക്കാൻ 10ാം ക്ലാസ്സിൽ പഠനം നിർത്തിയതാണ് വിശാൽ. വൃക്ക പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് 2 വർഷമായി വിശാൽ ചികിത്സയിലാണ്. ഉടൻ വൃക്ക മാറ്റിവയ്ക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. വൃക്ക നൽകാൻ അമ്മ പ്രമീള തയ്യാറാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ ഡയാലിസിസ് അടക്കം അടിയന്തര ചികിത്സ പോലും മുടങ്ങിയ നിലയിലാണ്. വിശാലിന്റെ അമ്മ പ്രമീള ചെറിയ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വിശാലും സഹോദരിയും അടങ്ങുന്ന കുടുംബം പെരുവനത്ത് പ്രമീളയുടെ സഹോദരിയുടെ വാടക വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത്. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ഉണ്ണികൃഷ്ണൻ, വാർഡ് അംഗം പ്രിയലത പ്രസാദ്, PB പ്രമീള എന്നിവരടങ്ങുന്ന ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. സഹായങ്ങൾ ചേർപ്പ് യൂണിയൻ ബാങ്കിന്റെ 339201006035 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. TCV ചേർപ്പ്. കൊടുങ്ങല്ലൂർ സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ജില്ലയിൽ നിന്നും നാടുകടത്തി.
പുല്ലൂറ്റ് നാരായണമംഗലം മുണ്ടോളി വീട്ടിൽ അമ്പാടി എന്ന അക്ഷയിനെയാണ് തൃശൂർ റേഞ്ച് DIG S അജിത ബീഗത്തിന്റെ ഉത്തരവ് പ്രകാരം 1 വർഷത്തേക്ക് നാടുകടത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയായ അക്ഷയ് തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. പ്രസിദ്ധമായ ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഗജസംഗമത്തിൽ വർണ്ണാഭമായി. ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം, മറ്റ് വിശേഷ പൂജകൾ, നടപ്പറ എന്നിവ നടന്നു. വൈകിട്ട് പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം പ്രസിദ്ധമായ 50 ഗജവീരന്മാർ അണിനിരന്നുകൊണ്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് പരമ്പരാഗത വേലവരവ്, ദീപാരാധന, മേലേക്കാവിൽ വേല, നടക്കൽപ്പറ, വെളിച്ചപ്പെടൽ, കേളി, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയുണ്ടായി. 7 മണിക്ക് നടന്ന വർണ്ണവിസ്മയമായ ഫാൻസി വെടിക്കെട്ടോടെ പകൽപൂരം സമാപിച്ചു. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ 28 ചാൽ ആഘോഷിച്ചു. രാവിലെ പെരുവനം സ്വദേശന്മാരുടെ മേളത്തിന്റെ അകമ്പടിയിൽ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. ഉച്ചയ്ക്ക് നടന്ന പ്രസാദഊട്ടിൽ നിരവധി പേർ പങ്കെടുത്തു. ഉച്ചതിരിഞ്ഞ് നടന്ന കാഴ്ച ശീവേലിക്ക് പല്ലാവൂർ ശ്രീധരമാരാരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. വൈകിട്ട് പാണ്ഡിമേളത്തിന്റെ അകമ്പടിയിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. 8 ഗജവീരന്മാർ അണിനിരന്നു. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക, വേലവരവ്, ഡാൻസ് ഡ്രാമ എന്നിവ നടന്നു. വാണിജ്യം. രണ്ടര പതിറ്റാണ്ടുകാലത്തെ വിശ്വസ്ത പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയായ SBCI സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ KCET ആൻഡ് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഗൈഡൻസ് പ്രോഗ്രാം തൃശൂരിൽ സംഘടിപ്പിച്ചു. കേരളത്തിലെ മുൻനിര കരിയർ ഗൈഡൻസ് സെന്ററായ SBCI ജില്ലയിലെ 50ഓളം സ്കൂളുകളിലെ +2 വിദ്യാർത്ഥികൾക്കായി തൃശൂർ CMS സ്കൂളിൽ സംഘടിപ്പിച്ച KCET ആൻഡ് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഗൈഡൻസ് പ്രോഗ്രാം വിശിഷ്ടാതിഥികൾ ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ജയറാംസ് എഡ്യൂക്കേഷൻ ഫൗണ്ടർ പ്രൊഫസർ NR ജയറാം വിശിഷ്ടാതിഥിയായിരുന്നു. SBCI സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ PG നന്ദകുമാർ, ഡയറക്ടർ PV നിതിൻ കുമാർ, സിഗ്മ ആർക്കിടെക്ചർ കോളേജ് HOD ചിന്നദുരൈ, ധനലക്ഷ്മി ശ്രീനിവാസൻ യൂണിവേഴ്സിറ്റി ഡീൻ ചന്ദ്ര ചൌധരി തുടങ്ങിയവർ എൻട്രൻസ് എക്സാമിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. ISO അംഗീകൃത സ്ഥാപനമായ SBCI സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് കഴിഞ്ഞ 7 വർഷമായി തൃശൂർ ജില്ലയിലെ സ്കൂളുകളിൽ സ്കോളർഷിപ്പ് പരീക്ഷകൾ നടത്തി അർഹരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി വരുന്നു. ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ അഡ്മിഷൻ ഗൈഡൻസിനും എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുമായി കേരളത്തിൽ SBCIയുടെ 12ഓളം ശാഖകൾ പ്രവർത്തിച്ചു വരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9895894939. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പിന് തുടക്കമായി. വിശ്വാസികൾ ഇന്ന് വിഭൂതി തിരുനാൾ ആചരിക്കുന്നു. ഉപദ്രവകാരികളായ മൃഗങ്ങളെ വെടിവെക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് ജോസ് കെ മാണി MP. കാടിറങ്ങി ജനങ്ങളെ കൊല്ലാനെത്തുന്ന മൃഗങ്ങളെ വെടിവെക്കണമെന്നും ജോസ് കെ മാണി. കാട്ടാന ശല്യം തടയാൻ സംസ്ഥാനാന്തര കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വയനാട്ടിലെ സാഹചര്യം പരിശോധിക്കാൻ 3 വനം ഡിവിഷനുകൾ ഉൾപ്പെടുത്തി സ്പെഷ്യൽ സെൽ രൂപീകരിക്കുമെന്ന് മന്ത്രി. സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ എല്ലാ കുറ്റവുമേറ്റ് അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദൻ. മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുന്നത് ഒരു മഹത് പ്രവൃത്തിയാണെന്ന് അക്കാദമി അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പരിഹാസവുമായി ശ്രീകുമാരൻ തമ്പി. ചേർപ്പിൽ CPIയിൽ കൂട്ടരാജി. 14 അംഗ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് 8 അംഗങ്ങൾ രാജിവെച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NG അനിൽനാഥ് ഉൾപ്പെടെയുള്ളവരാണ് രാജിവെച്ചത്. സ്വകാര്യ ബസിന്റെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന കേബിളുകൾ നാടോടി സ്ത്രീകൾ മോഷ്ടിച്ചു. കല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന ബസ്സിലാണ് മോഷണം നടന്നത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.